ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ബഷീറ ഫാറൂഖ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോനി ഫ്രൂട്ട് എന്ന ഒരു സ്പെഷ്യൽ ഫ്രൂട്ടിനെയാണ്. മോറിൻഡ സിട്രിഫോളി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇത് കോഫി ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. സൗത്ത് ഏഷ്യ മുതൽ ഓസ്ട്രേലിയ വരെയാണ് ഇതിൻ്റെ ജന്മദേശം. ഈ ഒരു ഫ്രൂട്ടിന് പല പ്രദേശങ്ങളിലായി ഗ്രേറ്റ് മൊറിൻഡ, ഇന്ത്യൻ മൾബറി, നോനി ഫ്രൂട്ട്, ബീച്ച് മൾബറി, ചീസ് ഫ്രൂട്ട് തുടങ്ങി 100ഓളം പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. കാക്കപ്പഴം എന്ന പേരിലും നമ്മുടെ നാടുകളിലൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. നോനി ഫ്രൂട്ടിൻ്റെ പച്ച നിറത്തിലുള്ള കായ മഞ്ഞ നിറമായി തീരുകയും മൂക്കുമ്പോൾ വെളുത്ത് ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. നോനിയുടെ രൂക്ഷമായ ദുർഗന്ധമാണ് അതിൻ്റെ ഉപയോഗത്തെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ രുചികരമായ പൊടി രൂപത്തിലും ഗുളിക രൂപത്തിലും ജ്യൂസ് രൂപത്തിലും അമേരിക്കൻ വിപണിയിൽ സുലഭമാണിത്. നമ്മളുടെ നാടുകളിൽ ഇന്നിപ്പോൾ പല ആളുകളും കൊറിയറായിട്ട് ആവശ്യക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ തൊടിയിലും അധിക വേഗത്തിൽ തന്നെ ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആൻറ്റിഓക്സിഡൻസിൻ്റെയും വൈറ്റമിൻ സിയുടെയും ഉറവിടമാണ് നോനി പ്ലാന്റ്. ഈ ചെടിയുടെ ഇല മുതൽ വേര് വരെ പലവിധ രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണിത്. 2 മീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് മേൽമണ്ണും ചാണകപ്പൊടിയും കുഴികളിൽ നിറച്ച് തൈ നടാം. നന്നായിട്ട് നനക്കുന്നത് കൂടുതൽ കായ ലഭിക്കാൻ സഹായിക്കും. 6 മാസം മുതൽ കായ്ച്ചു തുടങ്ങും. 3-ാം വർഷം മുതൽ നല്ല വിളവെടുപ്പ് ലഭിക്കും. 1 കിലോ പഴത്തിൽ നിന്ന് 300 മില്ലി സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പിന് ലിറ്ററിന് 1200 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. നോനി ഫ്രൂട്ടിൻ്റെ ഉപയോഗം മൂലം ശരീരത്തിലുള്ള എല്ലാ വിഷാംശങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു. നാഡീനരമ്പുകൾ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. മറ്റു ജ്യൂസുകളുടെ കൂടെ നോനി ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കുടിക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് ഒഴിവാക്കാനും ടേസ്റ്റ് ലഭിക്കാനും സാധിക്കും. സംസ്കരിച്ച നോനി പഴച്ചാറ് വേദന സംഹാരിയായും പ്രമേഹം, രക്തസമ്മർദ്ദം, സന്ധിവാതം, കരൾ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിലും പ്രതിരോധ ഔഷധമായുമൊക്കെ ലോകത്തെമ്പാടും പ്രചാരം നേടിയിട്ടുണ്ട്. മലബന്ധത്തിനും ഇൻഫെക്ഷൻസിനുമൊക്കെ ഇതിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് നല്ലൊരു പ്രതിവിധിയാണ്. ക്യാൻസർ രോഗത്തിൻ്റെ നല്ലൊരു പ്രതിവിധിയായിട്ടും ഈയിടെ ഈ ഫ്രൂട്ടിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പഴുത്ത ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നല്ലൊരു ചില്ലുഭരണിയിൽ ഇട്ട് വെള്ളം തൊടിയിക്കാതെ നന്നായി അടച്ചു വെച്ച് 40 ദിവസം ഇളം വെയിൽ കൊള്ളിക്കുക. ഇങ്ങനെ ലഭിക്കുന്ന സിറപ്പ് നന്നായി അരിച്ചെടുത്ത് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റിവെക്കാം. ഇത് ഒരുപാട് കാലം കേടുകൂടാതെ ഈ സിറപ്പ് സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. ഈ സിറപ്പ് മറ്റു ജ്യൂസുകളിൽ ചേർത്ത് കൊടുത്തോ കാലത്ത് വെറും വയറ്റിൽ 1 ടീസ്പൂൺ വീതം കുടിക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രതിവിധിയാണ്. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ചെടിയെ ഒരു സർവ്വരോഗ സംഹാരിയാണെന്ന് വിശേഷിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പുതിയ അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.